ഹലോ. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് വന്നിട്ട് നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്ന മിൽമ എന്ന് പറയുന്ന സ്ഥാപനയ്ക്ക്, അതായത് നമ്മുടെ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറയുന്ന ഡയലോഗ് പറയുന്ന മിൽമ എല്ലാവർക്കും അറിയുന്നുണ്ട്. നമ്മുടെ പാലുൽപാദന ഡയറി ഫാം. ഓക്കെ, അതിലേക്കുള്ള റിക്രൂട്ട്മെൻ്റാണ് വന്നിരിക്കുന്നത്. അത് നല്ല അടിപൊളി പാക്കേജുള്ള റിക്രൂട്ട്മെൻ്റാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് മിൽമയുടെ എന്താണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് നോക്കാം. ഇത് വന്നിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇത് കുന്നമംഗലം കോഴിക്കോട് എന്നുള്ള അതിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഇത് സെലക്ട് ആവുന്നവർക്ക് അവിടെ ആയിരിക്കാനാണ് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിരിക്കാണ് സാധ്യത അവിടേക്ക്. പിന്നെ ഈ മിൽമ എന്ന് പറയുന്ന സ്ഥാപനം 2000 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവുള്ളൊരു കമ്പനിയാണ്. ഇതിലെ MRCMPU എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺലൈനിൽ ചെയ്യുമ്പോൾ MRCMPU എന്ന് കാണും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ആണ്. അത് അഫിലിയേറ്റഡ് ടു കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, പോപ്പുലർലി നോൺ ആസ് മിൽമ. അപ്പോൾ അതൊന്ന് വെറുതെ മനസ്സിലാക്കി വെക്കുക. എന്താണ് മിൽമ എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഓക്കെ, അതിന് ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരാണ് മിൽമ. അപ്പോൾ പിന്നെ KRMPU എന്ന് പറഞ്ഞാൽ എന്താണ്? MRCMPU, മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിനെയാണ് ഷോർട്ടായിട്ട് MRCMPU എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ ഷോർട്ടായിട്ട് ഈ മിൽമേനെ പറ്റി പറയാനുള്ളത്. ബാക്കി എല്ലാവരും മിൽമ പ്രൊഡക്റ്റ് കാര്യങ്ങൾ, അതിൻ്റെ വെണ്ണ, നെയ്യ്, പാല്, തൈര് എല്ലാം നമുക്ക് അറിയുന്ന സാധനമാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ സാലറി പാക്കേജും നല്ല അടിപൊളി പാക്കേജാണ്. ഓക്കെ, ഇതൊരു കോപ്പറേറ്റീവ് ഇതിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് 3/11 ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവർ കുറേ അവാർഡുകൾ മേടിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കായിട്ട്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ജോലിയുടെ വേക്കൻസി എവിടെയെന്ന് നോക്കുന്ന സമയത്ത് ഇവർ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടേബിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്ന് ടേബിൾ A, ഓഫീസർ കാറ്റഗറി അണ്ടർ സ്റ്റാഫ് റെഗുലേഷൻ. ഓക്കെ, അത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടേബിൾ B ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ B നോൺ ഓഫീസർ കാറ്റഗറി. ഓക്കെ, അത് അങ്ങനെ അസിസ്റ്റന്റ് സൂപ്പർവൈസർ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാറ്റഗറി ഉണ്ട്, ടേബിൾ C. ഓക്കെ, ടേബിൾ C പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറി അണ്ടർ സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. ഓക്കെ, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ആദ്യം 3 കാറ്റഗറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3ാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും സാലറി കമ്മിയായിട്ടുള്ള ലോവർ ഗ്രേഡ് ഇതിലുള്ളത്. അപ്പോൾ അതിന് നമുക്കാണ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് പ്ലാന്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോബിലേക്ക്, പ്ലാന്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ജോലിക്ക് 56,240 രൂപ വരെ സാലറി കിട്ടാൻ പറ്റുന്നതാണ്. ഒന്നും വേണ്ട, ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് SSLC പാസ്സായിരിക്കണം. അത്രേ വേണ്ടൂ, വേറൊന്നും വേണ്ട. ഈവൻ മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ജസ്റ്റ് SSLC പാസ്സായിരിക്കണം, അത്രേ വേണ്ടൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ SSLC പാസ്സായിരിക്കണം, ഗ്രാജുവേറ്റ് പാസ്സായിരിക്കാനും പാടില്ല. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതാണ് ഏറ്റവും കൂടുതലുള്ള വേക്കൻസി. പ്ലാന്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ SSLC പാസ് മാത്രമുള്ളത്. പിന്നെ ഇത് എങ്ങനെ അപ്ലിക്കേഷനൊക്കെ ഇടുക എന്നുള്ളതൊക്കെ ഞാൻ ഇത് പറയുന്നുണ്ട്. ഇത് കണ്ടു ഞാൻ മനസ്സിലാവും. ഓക്കെ, പിന്നെ അതിൽ ആ തമ്പനയിൽ കണ്ടില്ലേ എന്താണ് ഈ ITI അങ്ങനത്തെ ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനെ നോക്കണം. നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ITI ഫിറ്റർ ഗ്രേഡ്, പിന്നെ വീണ്ടും ടെക്നീഷ്യൻ ഗ്രേഡ് 2 ITI ഇലക്ട്രോണിക്സ് ട്രേഡ്. ഓക്കെ, ഇതിലൊക്കെ എക്സ്പീരിയൻസ് പറയേണ്ട 1 ഇയർ എവിടെയെങ്കിലും അപ്രന്റീഷിപ്പ് എക്സ്പീരിയൻസ് വേണം. അത് ഈ റൈറ്റ് സൈഡ് ഈ കോളത്തിൽ നോക്കുക. ഓക്കെ, ചെറിയ എക്സ്പീരിയൻസ് 1 വർഷം 2 വർഷം ചോദിക്കുന്നുണ്ട്. പിന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ഇലക്ട്രീഷ്യൻ, അപ്പോൾ തീർച്ചയായിട്ടും ITI ഇലക്ട്രീഷ്യൻ വേണം. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് ഇത് വന്നിട്ട് MRAC ഗ്രേഡ്. ഇത് വന്നിട്ട് ലേബർ അസിസ്റ്റൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ലേബർ അസിസ്റ്റൻറ്റ് ITI പോരാ. BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി, ബയോകെമിസ്ട്രി ഓർ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ഫ്രം അഗ്രികൾച്ചർ വാട്ടവർ യൂണിവേഴ്സിറ്റി, മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. പിന്നുള്ളത് മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ്, ഒരാൾ ജസ്റ്റ് ഗ്രാജുവേഷൻ മതി. ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ ത്രൂ റെഗുലർ മോഡ് കറസ്പോണ്ടൻസ് പറ്റില്ല അർത്ഥം. മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഫംഗ്ഷൻ ഇൻ എ റെപ്യൂട്ടഡ് ഫേം. എവിടെയെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ജൂനിയർ സൂപ്പർവൈസർ, ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്, HDC വിത്ത് HDC, ഫസ്റ്റ് ക്ലാസ് BCom ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ, BSc ബാങ്കിങ് ഓർ കോർപ്പറേഷൻ, ഇങ്ങനത്തെ ആൾക്കാർക്ക് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വന്നിട്ട്
എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് സാലറി ജൂനിയർ സൂപ്പർവൈസർ സാലറി നമുക്ക് ജസ്റ്റ് ഡിഗ്രികൾക്ക് അപ് ടു 85,000 സാലറി വരുന്ന പോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാം. പിന്നെ ഇൻ കേസ് ഓഫ് സെക്രട്ടറീസ് ഓഫ് ആപ്കോസ് ഇത് സാധാരണ ആൾക്കാർക്ക് ബാധിക്കുന്ന കേസല്ല. അത് കാരണം അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് ഫസ്റ്റ് ക്ലാസ് ബികോം ഡിഗ്രി ത്രൂ റെഗുലർ റെക്കോർഡ്. അതൊന്ന് കറസ്പോണ്ടൻസ് പഠിച്ചാൽ നടക്കില്ല. അതായത് SSLC കഴിഞ്ഞ് PDC പഠിക്കാതെ ഡിഗ്രി പാസ്സാവുന്ന ചില ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട്. അത് നടക്കുക. അതും അത് 85,160 സാലറി 24 പോസ്റ്റ് ഉണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ. മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. അങ്ങനെ ഞാനിത് താഴത്തുനിന്ന് മേലേക്കാണ് പോകണം. അതാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ വീണ്ടും ഗ്രാജുവേറ്റ് ഇൻ ഡിസിപ്ലിൻ MBA ഇൻ ഫുൾ സ്ട്രീം. ഇതിൽ MBA കൂടി വേണം. സാലറി ഉണ്ട് അത്ര 93,760 മിനിമം 2 ഇയേഴ്സ്. ഓക്കെ. എക്സ്പീരിയൻസ് വേണം. പിന്നെ സിസ്റ്റം സൂപ്പർവൈസർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഗ്രാജുവേഷൻ ഓർ 3 ഇയർ ഡിപ്ലോമ. അപ്പോൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനെല്ലാം കുറച്ച് എക്സ്പീരിയൻസിൻ്റെ ഇത് 2 ഇയേഴ്സ്, ഇത് 3 ഇയേഴ്സ്, ഇത് 5 ഇയേഴ്സ്. അപ്പോൾ എവിടെയെങ്കിലും ഡിപ്ലോമ പഠിച്ചിട്ട് ആരെങ്കിലും 5 ഇയേഴ്സ് എക്സ്പീരിയൻസോട് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഈ സാലറിയിൽ 1 ലാഖിൻ്റെ അടുത്താണ് സാലറി. നോക്കൂ, 39,640 മുതൽ 101,560. വെൽ നോൺ കമ്പനിയാണ് മിൽമ. നല്ല കമ്പനിയാണ്. ഓക്കെ. സിസ്റ്റം സൂപ്പർവൈസറായിട്ട്. ഓക്കെ. അപ്പോൾ അതെ, ഇനിയെല്ലാം മേലേക്ക് പോകുമ്പോൾ എല്ലാം ഹൈ ക്വാളിഫിക്കേഷൻ്റെ ആണ്. BTechന് ഇത് അസിസ്റ്റൻറ്റ് ഡയറി ഓഫീസർ BTech ഡിഗ്രി. അവയർനെസ് റിക്വയർഡ് ആണ്. എക്സ്പീരിയൻസ് പറഞ്ഞില്ല. പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ BTech മതി. ഓക്കെ. പിന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ BTech. ഇതിൻ്റെയൊക്കെ സാലറി നോക്കൂ, 150,320 to 101 എന്ന് പറഞ്ഞ ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ. അടിപൊളി സാലറിയാണ്. ഓക്കെ. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇതും BTech ആണ്. പല അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഇത് അസിസ്റ്റൻറ്റ് പർച്ചേസ് പോസ്റ്റ്, ഇത് BTech ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. BTech ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ ഉള്ളവർക്കൊക്കെ ഇത് വേണം. പക്ഷേ ഇത് ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഡിസൈറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇവിടെ വന്നിട്ട് അവയർനെസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ. അവയർനെസ് എക്സ്പീരിയൻസ് ഇൻ ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻ റിക്വയർഡ്. ഓക്കെ. അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഇത് എല്ലാം ഹൈ ആണ്. ഇത് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കൂ. കാരണം ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അവർ തന്നെ നോക്കി കണ്ടുപിടിക്കട്ടെ. ഞാനിപ്പോൾ SSLC ITI ഉള്ള ആൾക്കാരെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ഇതാണ് ITI SSLC ഉള്ളവരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി മെത്തേഡ് ഓഫ് സബ്മിറ്റിംഗ് അപ്ലിക്കേഷൻ. ഓക്കെ. ഇൻട്രസ്റ്റഡ് ആൻഡ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് മേ സബ്മിറ്റ് ദെയർ അപ്ലിക്കേഷൻ ഓൺലൈൻ. ഓക്കെ. ഓൺലൈൻ ത്രൂ ദ ലിങ്ക് പ്രൊവൈഡഡ് ഇൻ മെനു 2 ഓഫ് അവർ വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റ് കയറാം. അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഞാനത് ഒന്നും കൂടി നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. ഈ വെബ്സൈറ്റിൽ malabarmilma.com ഓർ www.mrcmpu. ഇത് രണ്ടെണ്ണം എന്ന് വിചാരിക്കേണ്ട. MRCMPU നമ്മൾ നേരത്തെ മുന്നേ വായിച്ചു. MRCMPU എന്ന് പറയുന്ന സ്ഥാപനം ഈ മലബാർ മിൽമയിൽ, അതായത് മിൽമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മദർ കമ്പനിയിൽ അഫിലിയേറ്റഡ് ആണ്. ഓക്കെ. ഇത് 27/11 വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് കാൻഡിഡേറ്റ്സ് ക്യാൻ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഓൺലൈൻ 11 AM ഓഫ് 6/11. അതായത് നവംബർ 6 മുതൽ രാവിലെ 11 മണിക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 27/11 5 PM വരെ ഇതുണ്ടായിരിക്കും. അതിലെന്താ ചെയ്യേണ്ടത്, മെനുവിൻ്റെ അവിടെ റിക്രൂട്ട്മെൻറ്റ് 2025 എന്നുള്ളത് നോക്കുക. നിങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റ് 2025 ഈ വെബ്സൈറ്റിൽ കയറി കാണും. അവിടെ കയറി കഴിഞ്ഞാൽ ഈ പോസ്റ്റിലെല്ലാം കാണും. അതിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് എന്താ വേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് ഒരു കരുതൽ എപ്പോഴും നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഓൺലൈനിൽ കഴിയുമോ അതില്ലെന്ന് പറയേണ്ട. നെയിം ഓഫ് ഫയൽ ഡോക്യുമെൻറ്റ് ടു ബി അപ്ലോഡഡ്. അതായത് ഇത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കരുതി വയ്ക്കുക. റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല, ഓൺലൈനിൽ. അപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കാം. ആധാർ കാർഡ് ഒരു വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ് ഓർ ഇന്ത്യൻ പാസ്പോർട്ട് ഏതെങ്കിലും ഒന്ന് മതി. അതിൻ്റെ അതേ സ്കാൻ ചെയ്ത് കോപ്പി റെഡിയാക്കി വെക്കുക. സർട്ടിഫിക്കറ്റ്, അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. ആ നെയിമിൽ അവിടെ സേവ് ചെയ്ത് ഡെസ്ക്ടോപ്പിലോ എവിടെയാ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യും. സർട്ടിഫിക്കറ്റ് ഓഫ് ഓക്കെ. ഇത് വന്നിട്ട് ഏജ് റിലാക്സേഷൻ്റെ അണ്ടർ വെയിറ്റേജ് ഉള്ളവർക്ക് ഇതൊന്നും അത്ര നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നാലും ആദ്യത്തെ 3 എണ്ണം റെഡിയാക്കി വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, ആദ്യം ഈ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് വെക്കുക, കമ്പ്യൂട്ടറിൽ വെക്കുക. ആധാർ കാർഡ് വോട്ടേഴ്സ് ID റെഡിയാക്കി വെക്കുക. സർട്ടിഫിക്കറ്റ് എന്ത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്തത് ആ പോസ്റ്റിൻ്റെ നമ്മൾ പറയുന്ന ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലിൻ്റെ അല്ല സ്കാൻഡ് കോപ്പി
ഇത് റെഡിയാക്കി വെക്കുക. ബാക്കിയുള്ളത് ഏജ് റിലാക്സേഷൻ, മറ്റ് റിലാക്സേഷൻ, വെയിറ്റേജ് റിലാക്സേഷൻ അതൊക്കെയാണ്. അതൊക്കെ അതിൻ്റെതായ ആൾക്കാർ ഇത് വായിച്ചാൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ ഫീ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് അപ്ലിക്കേഷൻ ഫീ നീഡ്സ് ടു ബി റിമിറ്റഡ് ബൈ കാൻഡിഡേറ്റ് ഫോർ ഈച്ച് പോസ്റ്റ് ഈസ് ഗിവൺ ബിലോ. ഇത് റിട്ടേണബിൾ അല്ല. ഞാനിത് വായിച്ചു നോക്കി, ഇത് റിട്ടേണബിൾ അല്ല. അപ്പം 3 കാറ്റഗറിയുടെ ആദ്യത്തെ കാറ്റഗറി ടേബിൾ എയിൽ പറയുന്ന ഇതിലുള്ള ആൾക്കാർക്ക് 1000 രൂപ അപ്ലിക്കേഷൻ ഫീ കൊടുക്കണം. ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലുള്ള ഒരു SC ST കാരാണെങ്കിൽ അവർക്ക് 500 മതി. ഓക്കെ, ഏതിൽ ഈ ടേബിൾ എയിൽ പെട്ട ആൾക്കാരുടെ. പിന്നെ ടേബിൾ ബിയിൽ ഇതവിടെ ടേബിൾ ബിയിൽ വരുന്ന ആൾക്കാർക്ക് 700 രൂപ, SC ST കാർക്ക് 350 രൂപ. പിന്നെ SSLC ITI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറി അണ്ടർ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് കൊണ്ടിട്ടുള്ള കാറ്റഗറി ടേബിൾ സിയിലുള്ള ആൾക്കാർക്ക് 500 രൂപ ഓൺലൈനിൽ അടയ്ക്കണം. അത് SC ST കാരാണെങ്കിൽ 250 അടച്ചാൽ മതി. ഓക്കെ, ആൾ ഫീസ് പെയ്ഡ് ആർ നോൺ റീഫണ്ടബിൾ. ഞാൻ പറഞ്ഞില്ലേ, ഇത് അവിടെ ഉണ്ട്. ആൾ ഫീസ് പെയ്ഡ് ആർ നോൺ ഫണ്ടബിൾ. ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും ഇങ്ങനെ ഈ റീഫണ്ടബിളും ഇങ്ങനെ, അല്ലെങ്കിൽ ചിലതിപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ, അതായത് നിങ്ങൾ പൈസ അടയ്ക്കണം, എന്നിട്ട് നിങ്ങൾ റിട്ടേൺ ടെസ്റ്റ് അപ്പിയർ ചെയ്താൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടും. ചില ആൾക്കാരെന്ന് വെച്ചാൽ വെറുതെ പൈസയൊന്നും കൊടുക്കേണ്ട അപ്ലൈ ചെയ്യും, എന്നിട്ട് പോവില്ല. വെറുതെ അവരുടെ ടൈമും എനർജിയും വേസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെയാക്കാൻ കാരണം. ആൾക്കാർ മിസ്യൂസ് ചെയ്യുക കാരണമാണ്. മെത്തേഡ് ഓഫ് സെലക്ഷൻ ഇതെല്ലാം ആസ് യൂഷ്വൽ എന്താ പറയുക, ഒരു വിൽ ബി ഡൺ ത്രൂ റിട്ടേൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡിപ്പെൻഡ് ഓൺ കാറ്റഗറി. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഈ ഓഫീസർ അണ്ടർ സ്റ്റാഫ് റെഗുലേഷൻ, ഇതൊന്നും നമ്മൾക്ക് അത്ര ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നാലും നിങ്ങൾക്ക് കോർ സബ്ജക്റ്റ് ഏതാണ്ട് ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് എന്നൊക്കെ കൊടുത്ത് മാർക്കിൻ്റെ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഓക്കെ, ഇത് മിനിമം കട്ട് ഓഫ് മാർക്ക് റിട്ടേൺ ടെസ്റ്റ് ഫോർ ആൾ കാറ്റഗറീസ് വിൽ ബി 50%. ദാറ്റ് മീൻസ് നിങ്ങൾ ആദ്യം ഇത് എല്ലാ ആപ്ലിക്കേഷനും ഓൺലൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരിക റിട്ടേൺ ടെസ്റ്റിനാണ് ഫസ്റ്റ് വരാം. റിട്ടേൺ ടെസ്റ്റ് മിനിമം 50% മാർക്ക് ഉള്ളവരെയാണ് പിന്നെ ബാക്കിയുള്ള ടെസ്റ്റുകൾക്ക് വിളിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിലബസും കാര്യങ്ങളും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ ഈ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഞാനത് തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതായത് റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, പിന്നെ അത് കഴിഞ്ഞ പോസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് റേഷ്യോ, അങ്ങനെയാണ് അതുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മിൽമ എന്ന് പറയുന്ന പാലിൻ്റെ കമ്പനിക്ക് SSLC, ITI, ഡിപ്ലോമ, സാധാ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, BTech, MBA ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇതാണ്. സാലറി എല്ലാം SSLC ITI അതിൽ തന്നെ 50,000 അടുത്താണ് സാലറി. അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് വീഡിയോൻ്റെ ലിങ്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കിത് ഉപയോഗപ്പെടും. ആരും മിസ്സാക്കരുത് ഇത്. കാരണം വെച്ചാൽ അടിപൊളി സാലറിയാണ്, നല്ല കമ്പനിയാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 55 വയസ്സ് റിട്ടയർ വരെ എങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൽ തന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥാപനമാണ് മിൽമ എന്ന് പറയുന്ന കേരളത്തിൻ്റെ കണി കണ്ടുവരുന്ന നന്മ. ഓക്കെ, താങ്ക് യു.